പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സത്യാഗ്രഹമാണ്. കാരണം തന്നെ 2024 100-ാം വാർഷികം ആഘോഷിച്ചതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ടാകും. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ചെറുത് മുതൽ വലിയ പരീക്ഷകൾ വരെ ഈ പോർഷൻസ് എല്ലാം പരീക്ഷയ്ക്കും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പ്രാധാന്യത്തോടു കൂടി ഇത് പഠിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കിടക്കാം. വൈക്കം സത്യാഗ്രഹം 1924-25 കാലത്താണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അവർണ ഹിന്ദുക്കൾക്ക് കോട്ടയം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. വൈക്കം ശിവക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിൽ 100 മീറ്റർ അകലെ അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നെഴുതിയ ഒരു ബോർഡും സ്ഥാപിച്ചിരുന്നു. ഇതിനെതിരെ നടന്ന സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, കെ. കേളപ്പൻ, സി.വി. കുഞ്ഞിരാമൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരി തുടങ്ങിയവരായിരുന്നു. അപ്പോൾ ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചിരിക്കണം കേട്ടോ. അയിത്തോച്ചാരണ നടപടികൾ ആസൂത്രണം ചെയ്യാൻ 1924 ജനുവരി 24-ന് എറണാകുളത്ത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അയിത്തോച്ചാരണ പ്രചാരണത്തിനുണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ എന്ന പേരിൽ അറിയപ്പെട്ടു. 1924 മാർച്ച് 30-ന് സത്യാഗ്രഹം ആരംഭിച്ചു. ഗോവിന്ദ പണിക്കർ, ബാഹുലേയൻ, കുഞ്ഞാപ്പി എന്നിവരായിരുന്നു ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ. ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1924 ഏപ്രിൽ 5, 6 തീയതികളിൽ സത്യാഗ്രഹം നിർത്തിവച്ചിരുന്നു. എന്നാൽ സവർണ വിഭാഗക്കാരുമായുള്ള സന്ധി സംഭാഷണം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഏപ്രിൽ 7-ന് സത്യാഗ്രഹം പുനരാരംഭിച്ചു. 1924 ശ്രീനാരായണ ഗുരു സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും എം.ഇ. നായിഡു ശുചീന്ദ്രത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും സവർണ ജാഥകൾ സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ജാഥകൾ. ഈ 2 ജാഥകളും, അതായത് ഒന്ന് മന്നത്ത് പത്മനാഭൻ നയിക്കുന്ന ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും, മറ്റൊന്ന് എം.ഇ. നായിഡു നയിക്കുന്ന ജാഥ ശുചീന്ദ്രത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കും. അങ്ങനെ 2 സവർണ ജാഥകൾ സംഘടിപ്പിച്ചു. അത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. 1924 നവംബർ 1-നായിരുന്നു മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥ ആരംഭിച്ചത്. ഇരു ജാഥകളും തിരുവനന്തപുരത്തെത്തിയതോടെ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ 1924 നവംബർ 13-ന് റാണി സേതു ലക്ഷ്മിഭായിക്ക് ഭീമഹർജി സമർപ്പിച്ചു. 2 ജാഥകളും തിരുവനന്തപുരത്തെത്തിയതോടുകൂടി ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെ നേതൃത്വത്തിൽ 1924 നവംബർ 13-ന് റാണി സേതു ലക്ഷ്മിഭായിക്ക് ഭീമഹർജി സമർപ്പിച്ചു. 25,000 സവർണ ഹിന്ദുക്കൾ ഇതിൽ ഒപ്പുവച്ചിരുന്നു. 1925-ൽ വൈക്കം ക്ഷേത്രപാതയും മറ്റ് അനുബന്ധ പാതകളും ജാതിമത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ നിയമസഭയിൽ എൻ. കുമാരൻ പ്രമേയം അവതരിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി എന്ന് വിശേഷിക്കപ്പെടുന്നത് ചിറ്റേടത്ത് ശങ്കുണ്ണി പിള്ളയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1925 നവംബർ 23-ന് വൈക്കം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം തീരുമാനിച്ചു. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാൻ തിരുവിതാംകൂർ ഭരണകൂടം വിളംബരം ചെയ്തത് 1928-ലാണ്. 603 ദിവസമാണ് സത്യാഗ്രഹം നീണ്ടുനിന്നത്.
കേരളത്തിലെ അയിത്താചരണത്തെ പറ്റി 1923 കാക്കിനട കോൺഗ്രസിൽ നിവേദനം നൽകിയ വ്യക്തിയാണ് ടി.കെ. മാധവൻ. വൈക്കം വീരർ എന്നറിയപ്പെടുന്ന നേതാവാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. എന്താണ് അറിയപ്പെടുന്നത്? വൈക്കം വീരർ എന്നറിയപ്പെടുന്ന നേതാവ് ഏതാന്ന് വെച്ചാൽ ഇ.വി. രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും സത്യാഗ്രഹത്തിന് ആവേശോജ്വല പിന്തുണ നൽകുകയും ചെയ്ത നേതാവാണ് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകളാണ്. അതേതാണെന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അധികം അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരമായി അറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം. അയിത്താചാരണത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹ സമരമായി അറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം നടന്ന കാലയളവ് 1924-25. സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള റോഡുകളിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കൽ. വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത നേതാവാണ് ടി.കെ. മാധവൻ. അയിത്തോച്ചാടന നടപടികൾ ആസൂത്രണം ചെയ്യാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 1924 ജനുവരി 24 യോഗം ചേർന്നത് എവിടെയാണ്? എറണാകുളത്ത്. അയിത്തത്തിനെതിരായ പ്രചാരണത്തിനുണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റി ഏത് പേരിൽ അറിയപ്പെടുന്നു? കോൺഗ്രസ് ഡെപ്യൂട്ടേഷൻ. കോൺഗ്രസ് ഡെപ്യൂട്ടേഷനിലെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു? കെ.പി. കേശവമേനോൻ, എ.കെ. പിള്ള, കെ. കേളപ്പൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതോടെ ഞാൻ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ അടങ്ങിയ വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ തീരുകയാണ്. ഇനി മറ്റൊരു ക്ലാസ്സുമായി വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.